കർഷകൻ കൃഷി ചെയ്യേണ്ടത് ചാരിറ്റിക്കല്ല. കർഷകൻ കൃഷി ചെയ്യേണ്ടത് ഒരു മതമായിട്ടോ അല്ലെങ്കിൽ ഒരു വിശ്വാസമായിട്ടോ അല്ല ചെയ്യേണ്ടത്. കർഷകൻ പൈസ ഉണ്ടാക്കാൻ തന്നെ കൃഷി ചെയ്യണം. കീടനാശിനി വീടുകളിൽ എത്തിക്കുക എന്നൊരു പരിപാടി ചിലപ്പോൾ ലോകത്താദ്യമായിട്ടായിരുന്നു. ഒരു മെച്ചപ്പെട്ട സേവനം കർഷകരിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ സൊസൈറ്റി ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി നിങ്ങളുടെ മേഖലയിൽ ഇവിടെ ഡിജിറ്റൽ ലിറ്ററസി എന്ന നിലയിൽ സാങ്കേതിക വിദ്യയുടെ സാക്ഷരത ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കുക എന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഏതൊരു പദ്ധതിയും എന്തിലായാലും നമ്മളൊരു പദ്ധതി തുടങ്ങുമ്പോൾ ഒരു നൂതന ആശയത്തോടുകൂടി നൂതന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുക അത് ഒരു കാഴ്ചപ്പാടോടിയിട്ടാണ് ഇന്ന് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ FBOയുടെ നേതൃത്വത്തിൽ എടുത്ത 2 പ്രോഗ്രാം ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും വളരെയേറെ പ്രയോജനപ്പെട്ടതാണ്. നമ്മളുടെ കർഷകർ എത്രത്തോളം ഈ ഡിജിറ്റൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരാണ് എന്നൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ സാധിച്ച് ജീവിതം അനായാസകരമാക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ കൂടെ ഇതിൽ പതിയിരിക്കുന്ന അപകടങ്ങളും നമ്മൾ അറിയണം. ഈ ഒരു മൊബൈൽ ഫോൺ, നമ്മൾ ഈ മൊബൈൽ ഫോൺ പലവരും ഉപയോഗിക്കുന്നുണ്ട്. ഈ മൊബൈൽ ഫോൺ കാരണം അവർ എന്തൊക്കെ രീതിക്കാണ് കൃഷിയിൽ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ രീതിക്കാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് അവർക്കറിയാം. പക്ഷേ അതിൽ നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് അധികം അറിയുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നം കൂടെയാണ് നമ്മളിന്ന് നേരിട്ട് വരുന്നത്. മുത്തുമാല നമ്മൾ കണ്ടിട്ടില്ലേ, കഴുത്തിലിടുന്ന മാല. ഈ മുത്തുമാലയുടെ ഒരു രൂപം മനസ്സിലാലോചിച്ചാൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മൾ സാധാരണ ലെഡ്ജറുകൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പരിചയമുണ്ടാവും. രജിസ്റ്ററുകൾ ഒരു ദിവസത്തെ കണക്ക് എഴുതി വെച്ചിട്ട് അടുത്ത ദിവസത്തെ കണക്ക് തിരുത്താൻ പറ്റും, കാരണം തിരിച്ചു പോയിട്ട് ആ പേപ്പർ അങ്ങ് കയറി കളഞ്ഞാൽ മതി. പക്ഷേ ഒരു മുത്തുമാലയിൽ മുത്ത് കോർത്തിട്ടതിന് ശേഷം എനിക്ക് ഇടയ്ക്കുള്ളൊരു മുത്തിനെ മാറ്റണമെങ്കിൽ പറ്റില്ല. ഇത് പടച്ചവൻ നന്നാണ്. ഇത് ഈ പ്രാവശ്യം എന്തോ ദൈവദിനം കൊണ്ട് എനിക്ക് 3000 കിട്ടി അല്ലെങ്കിൽ 3500 കിട്ടി എന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ച് അങ്ങ് ഇരിക്കുന്നല്ലാതെ ഇത് എന്തൊക്കെ സാഹചര്യം ഒത്തു വന്നപ്പോഴാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് ഞാൻ നോക്കുകയില്ല എന്നുള്ളതാണ് പ്രശ്നം. തുടക്കത്തിൽ ഈ മൊബൈൽ ഉപയോഗിക്കാൻ മാത്രം കഴിവുള്ളവർ വരണമെന്നാണ് ഒരു ധാരണയുണ്ടായത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ സംഭവം ഇതൊന്നുമല്ല. വിപുലമായിട്ടുള്ള വലിയ ക്ലാസ്സുകൾ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. നല്ല ക്ലാസ്സായിരുന്നു, ലളിതമായ ഭാഷയിൽ വ്യക്തമായി തന്നു. ഈ മണ്ണും ടെക്നോളജിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഇത്രമാത്രം എന്ന് കുറച്ചു നേരം ഒന്നിങ്ങനെ ആലോചിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഇത്രമാത്രം പിറകിലാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ കിട്ടുന്നത്. പറയാൻ ലേറ്റസ്റ്റ് സംവിധാനങ്ങൾ കുറേയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ പോലും സാധ്യതകൾ ചെറുതല്ല. സാധ്യതകൾ, അപാരമായ സാധ്യതകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത് നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നടക്കൂ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് സാധിക്കുമോ? ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയ രീതിയിൽ നമ്മുടെ ഗുണനിലവാരത്തിനെ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷമതയെ കൂട്ടുന്നതിന് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ സാധിക്കും.